നമസ്കാരം. ELP ടൈംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ലോക പ്രശസ്തനായ നീൽ ആംസ്ട്രോങ് ആണ്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. സർ, ഞാൻ ഹന്ന മറിയം. ELP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ സ്കൂളിനെ പറ്റി. പഠന പാഠ്യേതര രംഗങ്ങളിൽ ഏറ്റവും മികച്ച സ്കൂളാണ് നിങ്ങളുടേത്. സന്തോഷം സർ. ഈ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഈ സമയത്ത് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരിക്കലും എന്റെയോ ഞങ്ങൾ 3 പേരുടെയോ മാത്രം പ്രയത്നം കൊണ്ടല്ല, ഒരുപാട് പേരുടെ പ്രയത്നവും പ്രാർത്ഥനയും ഇതിന് പിന്നിലുണ്ട്. ഈ എളിമയും അതിലുപരി ചെയ്യുന്ന വർക്കിനോടുള്ള ആത്മസമർപ്പണവുമാണ് താങ്കളെ തന്നെ ചന്ദ്രനിൽ ആദ്യം ഇറങ്ങാൻ നാസ തീരുമാനിച്ചതെന്ന് കേട്ടത് അപ്പോൾ ശരിയാണ്. നാസയുടെ സീനിയർ മാനേജർ ഡി സ്ലീറ്റിനാണ് എന്നോട് ആദ്യം ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോളോ 11 കമാൻഡർ ആകാമോ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചപ്പോൾ എനിക്കൊട്ടും ആലോചിക്കാനുണ്ടായിരുന്നില്ല. അപ്പോളോ 8 ബാക്കപ്പ് കമാൻഡർ ആയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് കണ്ടിട്ടാണ് അദ്ദേഹം എന്നെ ഇതിനേൽപ്പിച്ചത്. ആൽഡ്രിനെ ലൂണാർ മൊഡ്യൂൾ പൈലറ്റായും കമാൻഡർ മൊഡ്യൂൾ പൈലറ്റായി കോളിൻസിനെയും തീരുമാനിച്ചു. ആൽഡ്രിനു പകരം വേണമെങ്കിൽ ജിം ലോവലിനെ ആക്കാമെന്ന് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചൊന്ന് എനിക്ക് ആലോചിക്കാനുണ്ടായിരുന്നു. ആൽഡ്രിനെ തന്നെ മതിയെന്ന് എൻ്റെ തീരുമാനം ഞാൻ പിറ്റേ ദിവസം അവരെ അറിയിച്ചു. ഭാര്യമാരെയും പോയല്ലേ എൻ്റെ ഭാര്യ ജാനറ്റിനും ഇങ്ങനെയുള്ള സാഹസിക യാത്രകൾ ആശങ്കയുണ്ടാക്കാറുണ്ട്. പക്ഷേ അവളുടെ ആകുലതകൾ ഒരിക്കലും അവൾ പുറത്തു കാണിക്കാറില്ല. ഇതിനെക്കുറിച്ചുള്ള അവളുടെ ടെൻഷൻ എന്നോട് പറയുകയും മക്കളായ 12 വയസ്സുകാരൻ റിക്കിനോടും 6 വയസ്സുകാരൻ മാർക്കിനോടും ഞാൻ തന്നെ കാര്യം അവതരിപ്പിക്കണമെന്നും അവൾ പറഞ്ഞു. കാര്യത്തിന്റെ ഗൗരവം അത്ര അറിയാത്തത് കൊണ്ടായിരിക്കണം അവർക്കിടയിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിന് കഠിന പ്രയത്നം വേണമല്ലേ? തീർച്ചയായും. ഒരുപാട് കാലത്തെ കഠിന പ്രയത്നം കൊണ്ടും പരിശീലനം കൊണ്ടും മാത്രമേ ഇങ്ങനൊരു വിജയം നമുക്ക് സാധിക്കൂ. ഈ അവസരത്തിൽ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? മനുഷ്യൻ ഇതൊരു ചെറിയ കാൽവെപ്പ്, മനുഷ്യരാശിക്ക് ഇത് വൻ കുതിച്ചുചാട്ടം.